രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു. പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം. രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു. പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം. പാടിടാം ഹല്ലേലൂയ, പാടിടാമെന്നെന്നുമേ. പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. പാടിടാം ഹല്ലേലൂയ, പാടിടാമെന്നെന്നുമേ. പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു, അങ്ങേ വാഴ്ത്തിപ്പാടുന്നു. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു, അങ്ങേ വാഴ്ത്തിപ്പാടുന്നു. പാടിടാം ഹല്ലേലൂയ, പാടിടാമെന്നെന്നുമേ. പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. പാടിടാം ഹല്ലേലൂയ, പാടിടാമെന്നെന്നുമേ. പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം ഇതിൻ്റെ 21-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുക കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു, യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഈ വചനത്തിൽ പറയുന്നത്. പാപങ്ങളിൽ നിന്ന് മോചനം തരുന്ന ആൾ, രക്ഷിക്കുന്ന ആൾ, രക്ഷകൻ. രക്ഷകൻ, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, മശിഹ എന്നാണ്. ഇവിടെ പറയാണ് അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയും: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, യേശു ക്രിസ്തു പാപികൾക്കായി യാഗമായി തീർന്നത് ഒരാൾക്ക് വേണ്ടിയല്ല, മുഴു ലോകത്തിനെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവം ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു മതത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഇങ്ങനെയാ ദൂതന്മാർ പറഞ്ഞു: സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. അപ്പം മുഴു ലോകത്തെയും രക്ഷിക്കുക, സർവ്വജനത്തെയും രക്ഷിക്കുക. അതിനുവേണ്ടി പദ്ധതിയാണ് പിതാവാം ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതും തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ചൊരിയുന്നതും മാനവരാശിയെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിക്കുന്നു. ഈ 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നൽകുന്നത്. അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണം ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൂതൻ 6-ാം മാസത്തിൽ മറിയയുടെ അടുത്ത് ചെല്ലുന്നതും മറിയോട് പറയുന്നു, നീ യേശുവിന് ജനനം കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ദൂതനോട് മറിയ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പം പറയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. തുടർന്ന് പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കാര്യം മറിയ ഈ ചോദ്യം ചോദിക്കാനായിട്ടുള്ള കാരണമുണ്ട്. അതിനു മുമ്പ് ലോകത്തിലാരും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിട്ടില്ല. ഇത് ശാസ്ത്രത്തിന് അറിയാവുന്ന കാര്യമല്ല.
ചരിത്രത്തിന് അറിയാവുന്ന കാര്യമല്ല. അതാണ് ശാസ്ത്രത്തിനും ചരിത്രത്തിനും അറിയാൻ വയ്യാത്തതുകൊണ്ട് ശാസ്ത്രത്തേക്കാൾ താണതല്ല ദൈവീക സത്യം. ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ അതിലും എത്രയോ ഉന്നതമാണ് ദൈവീക സത്യങ്ങൾ. പല ദൈവീക സത്യങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെങ്കിലേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറയാണ്, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. എങ്ങനെയാ? സാധാരണ ഒരു നോർമൽ ഭാര്യ ഭർത്താക്കന്മാർ കുടുംബജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ല വന്നത്. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഈ ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ കൊണ്ടുവരികയാണ്. അതാണ് പറയുന്നത്. അതാണ് ഈ ജനനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ജനിച്ചതുപോലെ ഇതുവരെ ആരും ജനിച്ചിട്ടില്ലെന്ന് പറയും. വ്യത്യസ്തനാണ്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മരണം പോലെ ഒരു മരണവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. യേശു ക്രിസ്തു ഈ മുഴു ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. അതാണ് യേശു രക്ഷകനായി തീർന്നത്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അവിടെ പറയാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ ഒരു ജനനം പോലെ ആയിരുന്നില്ല. വിവാഹം കഴിഞ്ഞു, അവർക്ക് നമ്മൾ പറയാം വിശേഷം ഉണ്ടായി, ഒരു കുഞ്ഞുണ്ടായി, അങ്ങനെ പറയാം. ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് വിവാഹം യോസേഫുമായി മറിയയുടെ വിവാഹ നിശ്ചയമായിട്ടുള്ളതേ ഉള്ളൂ. നിശ്ചയിച്ച ശേഷം അവർ കൂടി വരും മുമ്പേ, അങ്ങനെ നിശ്ചയം കഴിഞ്ഞുള്ളൂ, കല്യാണവും കഴിഞ്ഞില്ല, അവർ ഒന്നിച്ച് വന്നുമില്ല. അതിനു മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അസാധ്യമെന്ന് ലോകം പറയുന്നതൊക്കെ സാധ്യമായി തീരും. പരിശുദ്ധാത്മാവിന് കഴിയും. ചരിത്രത്തിനും ശാസ്ത്രത്തിനും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, വൈദ്യശാസ്ത്രം ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇന്ന് ആ രോഗത്തിന് വിടുതലുണ്ട്, ആ വിഷയത്തിന് വിടുതലുണ്ട്. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഇവിടെ പറയാണ്, നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അപ്പോൾ അവളുടെ ഭർത്താവായ യോസഫിൻ്റെ പ്രത്യേകത പറയാണ്, അവൻ നീതിമാനായിരുന്നു. അപ്പം നീതിമാൻ ആളുടെ പ്രത്യേകത എന്താ? തൻ്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പം, അങ്ങനെ ഒരു ഇത് സംഭവിച്ചപ്പം ഇവളെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ലോകത്തിൻ്റെ അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായിരുന്നു. ലോകക്കാർ മുഴുവൻ പറഞ്ഞേനെ ഇവൾ കുഴപ്പക്കാരിയാണ്, ഇവൾ പാപിയാന്ന് പറഞ്ഞേനെ. ലോകത്തിന് ഇത് പിടികിട്ടുന്നില്ലല്ലോ. അപ്പം ലോകാപവാദം വരുത്തുവാൻ യോസഫിന് മനസ്സില്ലായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് മനസ്സില്ലായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവളെ ഗൂഢമായിട്ട് അങ്ങ് ഉപേക്ഷിക്കാൻ ഭാവിച്ചു. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ അത് പരസ്യമാക്കാൻ ശ്രമിക്കും, അവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. പക്ഷേ യോസഫിനെ സംബന്ധിച്ചോളം അതൊന്നും ശ്രമിക്കുന്നില്ല. യോസഫ് നീതിമാനായ മനുഷ്യനായതുകൊണ്ട് തൻ്റെ വിവാഹം നിശ്ചയിച്ച ഭാര്യ ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പം അവളെ യാതൊരു കാരണവശാലും ലോകത്തിന് മുമ്പിൽ അപവാദയാക്കി തീർക്കാനോ അവക്കൊരു കുഴപ്പം വരാനോ തയ്യാറാക്കാതെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതാണ് ദൈവമക്കളും ചെയ്യുന്നത്. മനസ്സില്ലായതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ, ആരും അറിയാതെ ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷനാകുകയാണ്. പ്രത്യക്ഷനായിട്ട് പറയാണ്, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പോൾ യോസഫിനും ക്ലിയറാക്കി കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പുതു സൃഷ്ടി സംഭവിക്കുകയാണ്. അതാ ഇന്നും സംഭവിക്കുന്നത്. ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. നമ്മൾ മാതാപിതാക്കൾക്ക് ജനിക്കുന്നത് പോലെ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അതാ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. ഒരു പുതുജനനം സംഭവിക്കുകയാണ്. അപ്പം പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കും. ഭൂമിയിൽ നമ്മൾ പെട്ടെന്ന് ആൾ രൂപാന്തരപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവിന് അസാധ്യമായതൊന്നുമില്ല. സർവശക്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്, നിത്യനായ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവിനാലാണ് മറിയയിൽ ഉൽപ്പാദിതമായതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയണം, അവൾ ഒരു മകനെ പ്രസവിക്കും. എന്നിട്ട് ആ മകൻ്റെ പ്രത്യേകത, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് യേശു എന്ന് പേരിടണം. പേര് പോലും പറയാണ്. അങ്ങനെ മറിയ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരാവും. ദൈവത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ദൈവം നീതിമാനായ ദൈവം, മനുഷ്യൻ പാപിയാണ്.
പാപിയായ മനുഷ്യൻ്റെ അടുത്തോട്ട് ദൈവത്തിന് വരാൻ പറ്റത്തില്ല. പക്ഷേ അതിന് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജാതമാകുകയാണ്. പിതാവാം ദൈവവുമായി, വിശുദ്ധനായ ദൈവവുമായി അശുദ്ധനായി തീർന്ന മനുഷ്യൻ ഒന്നായി തീരാൻ, അവരെ ഒന്നാക്കി മാറാൻ, ദൈവത്തോട് ചേർത്തുകൊള്ളാൻ, പുതിയ സൃഷ്ടികളാക്കി മാറ്റാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രക്ഷകനായി വരികയാണ്. അങ്ങനെ കന്യക ഗർഭിണിയായിട്ട് എന്ത് ചെയ്യുക? ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ വീട്ടിലുണ്ടെന്നാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ നിങ്ങളൊരു മതം മാറിയെന്നില്ല. മതമല്ലിത്. യേശു എന്ന് പറയുന്ന രക്ഷകനാണ്. നിങ്ങളെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കാൻ, നിങ്ങളെ ശാപത്തിൽ നിന്ന് വിടുവിക്കാൻ, നിങ്ങൾ രോഗം സൗഖ്യമാക്കാൻ, മരണശേഷം നിത്യമായ ജീവിതം തരാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഇവിടെ പറയുകയാണ് അങ്ങനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ യോസഫ് ഉണർന്നു. സ്വപ്നം കണ്ട് യോസഫ് ഉണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തന്നെ യോസഫ് ചെയ്യുകയാണ്. ദൂതൻ മറിയെ ഉപേക്ഷിച്ചില്ല. അതിന് പകരം ദൂതൻ പറഞ്ഞ പോലെ ചെയ്യാണ്. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. യേശു. യേശു എന്ന നാമത്തിൽ ദൈവവചനം പറയാം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൽമുണ്ട്. യേശുവിലൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് പാപക്ഷമയുണ്ട്, പ്രാർത്ഥിക്കാം. രോഗസൗഖ്യമുണ്ട്, പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു, അങ്ങേ വാഴ്ത്തിപ്പാടുന്നു. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു, അങ്ങേ വാഴ്ത്തിപ്പാടുന്നു. പാടിടാം ഹല്ലേലൂയ, പാടിടാം എന്നെന്നുമേ, പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു, പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം.